ഇതേ സമയം കോളേജിൽ പതിവില്ലാതെ ഗൗരി ബസ്സിൽ വന്നിറങ്ങുന്നത് കണ്ട് ദീപു അവളുടെ കാര്യം തിരക്കി. എന്താ ഗൗരി, പതിവില്ലാതെ ഇന്ന് ബസ്സിൽ? ഇന്ന് നിന്റെ കോടീശ്വരനായ ഭർത്താവ് കാറിൽ കൊണ്ടാക്കിയില്ലേ? എല്ലാം പറയാം, നീ വാ. ദീപുവിൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയായി ഗൗരി അവളെയും കൂട്ടി അവരുടെ സ്ഥിരം മരച്ചുവെട്ടിലേക്ക് നടന്നു. അവിടം വിശാലമാണ്, പോരാത്തതിന് നല്ല തണുപ്പും. അവിടെ ഇരിക്കുമ്പോൾ തന്നെ മനസ്സ് നല്ലതുപോലെ കൂളാകും. അല്പം നേരം ഗൗരി ഒന്നും മിണ്ടാതെ ഇരുന്നു. ഇതിപ്പോൾ നല്ല കാര്യമായി. ഇവിടെ വന്നിട്ട് മിണ്ടാതിരിക്കാനാണോ? ദീപു ചോദിച്ചു. എടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? നിന്റെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ നിന്റെ കാമുകൻ്റെ ശരീരം ഒരുപാട് പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നത് നിനക്ക് സഹിക്കുമോ? ദീപു ഒന്ന് ഇരുത്തി ചിന്തിച്ചു. ഏയ് ഇല്ലില്ല, ഞാൻ മാത്രം കണ്ടാലും ഇഷ്ടപ്പെട്ടാലും മതി. ആ, അത് തന്നെയാ ഇവിടെയും നടന്നത്. ഓ, അപ്പോൾ ദേവനുമായി വഴക്കിട്ടു അല്ലേ? ദീപു ചിരിയോടെ ചോദിച്ചു. പിന്നെ എൻ്റെ ശരീരത്തിന് ഒരുപാട് പെൺകുട്ടികൾ ആരാധകരുണ്ടെന്നൊക്കെ പറഞ്ഞാൽ? ഒരു കുറുമ്പ് കലർന്ന വിഷമത്തോടെ അവൾ പറഞ്ഞു. അത് നിന്റെ ഭർത്താവ് പറയുന്നതിൽ തെറ്റില്ല. കാരണം അങ്ങേരത്ര ഭംഗിയല്ലേ. എന്തിനു പറയുന്നു? ഞാൻ പോലും അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ട്. ഡി പറട്ടെ, നീയും? ഇല്ല പിന്നെ, അങ്ങേരുടെ ഇൻസ്റ്റഗ്രാം ഫോട്ടോസിൽ അദ്ദേഹത്തിൻ്റെ വർക്കൗട്ട് ഹൈലൈറ്റ്സ് കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നില്ല. ഇൻസ്റ്റഗ്രാമോ? ആ, നീ അദ്ദേഹത്തെ ഫോളോ ചെയ്തിട്ടില്ല? ഞാനിടയ്ക്ക് നോക്കാറുണ്ട്. അവൾ ദീപുവിനെ തുറച്ചു നോക്കി. എടി ദുഷ്ടേ, ഞാൻ ആരോടാ ഇതൊക്കെ പറയുന്നത്? അൾട്രാ കോഴിയായ നിന്നോട് തന്നെയാണല്ലോ. ഈശ്വരാ, ഗൗരി പിറുപിറുത്തു. ദേ നോക്ക്, ഞാൻ അദ്ദേഹത്തിനോട് ഇന്നലെ മുതൽ മിണ്ടിയിട്ടില്ല, കണ്ടിട്ട് കൂടിയില്ല. എന്താവും അദ്ദേഹം ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവുക? അങ്ങേരെ പറ്റി കേട്ടിടത്തോളം നല്ല ദേഷ്യക്കാരനാണ്. ദേഷ്യം വന്നാൽ പിന്നെ നീ തീർന്നു. അല്ല, നിന്റെ അടുത്ത് കൂളാണെങ്കിൽ ചിലപ്പോൾ ഒരു മയത്തിലൊക്കെ ദേഷ്യമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ദേഷ്യം ഉണ്ടാവോ? ഇപ്പോഴാണ് ഗൗരി അത് ചിന്തിച്ചത്. ഇനി പുള്ളിക്കാരൻ എന്നോട് ദേഷ്യം കാണിക്കുമോ? ഷോ, രാവിലെ മിണ്ടിയാൽ മതിയായിരുന്നു. അല്ലെങ്കിലും നിന്റെ വാശിയാണ് നിന്റെ നാശം. അവൾ പെറുപിറുത്തു. പെട്ടെന്നാണ് അവളുടെ ഫോണിലേക്ക് 1-2 മെസ്സേജ് വന്ന ശബ്ദം അവൾ കേട്ടത്. ആരാടി? ദീപു ചോദിച്ചു. ആർക്കറിയാം, എനിക്കിപ്പോൾ ടെൻഷൻ തോന്നുന്നുണ്ട്. നന്നായി, എല്ലാം വരുത്തി വയ്ക്കുമ്പോൾ ഓർക്കണം. പിന്നെയും മെസ്സേജ് വന്നുകൊണ്ടേയിരുന്നു. അവൾ ആരാണെന്നറിയാൻ ഫോൺ എടുത്തു. ദേവൻ്റെ മെസ്സേജ് ആയിരുന്നു. അവൾ ഞെട്ടലോടെ ദീപുവിനെ നോക്കി. ആരാടി? ദീപു ചോദിച്ചു. ദേവൻ, അവൾ ഭയത്തോടെ പറഞ്ഞു. എന്താ? അറിയില്ല, വോയിസാണ്. എടുക്ക്. എടി, എനിക്ക് പേടി തോന്നുന്നുണ്ട്. പേടിക്കണ്ട, എടുക്ക്. നിന്നെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാനാണെങ്കിലോ, ചിലപ്പോൾ ക്ഷമ പറയാനാണെങ്കിലോ. ദേവൻ, നടന്നത് തന്നെ. എടുക്കടി. ദീപു അവളെ നിർബന്ധിച്ചു. അല്ലെങ്കിൽ ഇങ്ങത്താ. ദീപു അവളുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് ചാറ്റ് ഓപ്പൺ ചെയ്തു. ഗൗരി, ഞാൻ നിന്റെ കോളേജിൻ്റെ പുറത്തുണ്ട്. 5 മിനിറ്റ്. ആ 5 മിനിറ്റിനുള്ളിൽ നീ വന്നില്ലെങ്കിൽ ദേവൻ ആരാണെന്ന് എൻ്റെ ഭാര്യ അറിയും. ഒരു വെല്ലുവിളിയോടെ ദേവൻ പറഞ്ഞു. അടുത്ത വോയിസ് ഓട്ടോമാറ്റിക് പ്ലേ ആയി. നീ ഈ മെസ്സേജ് കണ്ടിട്ട് പുറത്തേക്ക് വന്നില്ല എങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഗൗരി ഫോൺ തട്ടിപ്പറിച്ചു. എടി ദ്രോഹി, എന്തിനാ നീ അത് ഓപ്പൺ ചെയ്തത്? വാവ്, ഇങ്ങനെ ഒരാളെ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ഈശ്വര? ദീപു ആകാശത്തേക്ക് നോക്കി പറഞ്ഞു. ചി, മിണ്ടാതിരിക്ക്, എനിക്ക് പേടിയാവുന്നുണ്ട്. അപ്പോഴേക്കും അടുത്ത മെസ്സേജ് വന്നു. നിന്റെ സമയം സ്റ്റാർട്ടായി. ഇരുന്നതാണ് നിനക്ക് നല്ലത്. അവൾ ഒന്നും മിണ്ടാതെ ഫോൺ സൈലൻറ്റ് ചെയ്ത് ബാഗിൽ വെച്ചു. എന്തേ, നീ പോകുന്നില്ലേ? ഏയ് ഇല്ല. വാ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഗൗരി പെട്ടെന്ന് അവളെയും വലിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പോയി. ഇപ്പോൾ അവളുടെ പഴയ ക്ലാസ്സിൽ പെയിൻറ്റിങ് നടക്കുന്നത് കൊണ്ട് തന്നെ ഗൗരിയുടെ ക്ലാസ് 3-ാം നിലയിലാണ്. അവൾ ദീപുവിനെയും കൂട്ടി അങ്ങോട്ടേക്ക് ഓടി. ഇവളിന്ന് എന്തിനുള്ള പുറപ്പാടാണോ എന്തോ? ദീപു പിറുപിറുത്തു. എൻ്റെ ഗൗരി, നീ എന്തിനുള്ള പുറപ്പാടാ? ഞാൻ കേട്ടിടത്തോളം നിന്റെ ഭർത്താവ് നീ പറഞ്ഞതുപോലെ വലിയ കൂളൊന്നുമല്ല. ഒന്നും മിണ്ടാതെ വാ ദീപു. ശരി ശരി, ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഇതേ സമയം അവൾക്ക് മെസ്സേജ് അയച്ച ദേവൻ ഫിറോസിനെ വിളിക്കുകയുണ്ടായി. അവരുടെ കോളേജിൻ്റെ ലാബിലേക്ക് കുറച്ച് ഫണ്ടിനായി ദേവൻ്റെ ഓഫീസിലേക്ക് ഫയൽ വന്നിരുന്നു. അത് ദേവൻ വേണ്ട എന്ന് വെച്ചിരിക്കുകയായിരുന്നു. പൊതുവെ ഇതുപോലുള്ള ഫണ്ടുകളൊന്നും ദേവൻ കൊടുക്കാറില്ല. ഫിറോസിനെ വിളിച്ച് ആ ഫയലുകളുമായി കോളേജിലേക്ക് എത്താൻ ദേവൻ ആവശ്യപ്പെട്ടു. ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ ഫിറോസ് ഫയലുമായി കോളേജിലേക്കെത്തി. സമയം 5 മിനിറ്റിൽ കൂടുതലായി. ഇനി മോളെ ഗൗരി, നിനക്കൊരു അവസരമില്ല. ദേവൻ അതും ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഫിറോസ് ഫയലുകളുമായി അവിടെ എത്തിയത്.
സാറ് പെട്ടെന്ന് എന്താ ഈ ഫയല് കൊണ്ടുവരാൻ പറഞ്ഞത്? നമ്മൾ ഈ ഫണ്ട് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചതല്ലേ? അത് കൊടുക്കുന്നില്ല എന്നാണ് ഞാനും തീരുമാനിച്ചത്. ഇപ്പോൾ ആവശ്യം വന്നു. ഇപ്പോൾ ഫണ്ട് കൊടുക്കാൻ മാത്രം എന്ത് കാര്യമാണ് സാറ് ഉണ്ടായത്? ദേവൻ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. സോറി സാർ. അവൻ്റെ ദേഷ്യം മനസ്സിലാക്കി ഫിറോസ് പറഞ്ഞു. വെറുതെ അങ്ങനെ കോളേജിലേക്ക് കയറി ചെല്ലാൻ ദേവന് താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ആ ഫയലിൻ്റെ കാര്യവും ഫണ്ടിൻ്റെ കാര്യവും അവൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ഫിറോസിനെ വിളിച്ച് ഫയലുമായി കോളേജിലേക്ക് വരാൻ പറഞ്ഞത്. അല്പനേരമായി ഒരു VIP കാറ് ഗേറ്റിന് പുറത്ത് നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സ്റ്റാഫ് റൂമിലെ ലാബ് മാനേജർ അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴാണ് പുറത്ത് നിൽക്കുന്ന ദേവനെയും കൂട്ടാളിയെയും കണ്ടത്. അയാളുടെ മുഖം കൗതുകം കൊണ്ട് വിരിഞ്ഞു. ഇത് ദേവൻ സാറല്ലേ? മിക്കവാറും ഫണ്ടിൻ്റെ കാര്യത്തിന് തീരുമാനമായിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാകുക. ഒരുപാട് കാലമായി ലാബിൻ്റെ പണി മുടങ്ങിക്കിടക്കുന്നു. കാരണം ഫണ്ടിൻ്റെ പ്രശ്നം തന്നെയാണ്. ഗവൺമെൻറ്റിൽ നിന്നും ഇനി ഫണ്ട് ലഭിക്കില്ല എന്നും അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പ്രമുഖ ബിസിനസ്സുകാരായ 1-2 പേർക്ക് അയാൾ ഫയൽ നൽകിയത്. അതിൽ ബിസിനസ് ലോകത്തിൻ്റെ തന്നെ തലവനായ ദേവൻ എത്തുമെന്ന് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തിന് അത്യാവശ്യം പ്രായമുള്ളത് കൊണ്ട് തന്നെ ഓടാൻ പറ്റാതെ എങ്ങനെയൊക്കെയാണ് അദ്ദേഹം ദേവൻ്റെ അടുത്തേക്ക് എത്തിയത്. ഹലോ ദേവൻ സാർ, നിങ്ങളിവിടെ? ഒന്നും മനസ്സിലാവാത്തതുപോലെ അദ്ദേഹം ചോദിച്ചു. ഇവിടെ നിന്നും ഓഫീസിലേക്ക് ഒരു ഫണ്ട് വിഷയവുമായി ഒരു ഫയൽ എത്തിയിരുന്നു സാർ. അത് ഞാനാണ് അയച്ചത്, അദ്ദേഹം താഴ്മയായി പറഞ്ഞു. ശരി, അതിനു മുന്നേ എനിക്ക് ലാബൊക്കെ ഒന്ന് കാണണം. അതിനെന്താ സാർ, വരൂ കാണിച്ചു തരാം. ഫിറോസ് ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകൂ. അപ്പോൾ നിങ്ങൾ വരുന്നില്ലേ? മാനേജർ ചോദിച്ചു. ഞാൻ വരാം. അതിനു മുന്നേ ഞാൻ ഇവിടെയെല്ലാം ചുറ്റി നടന്ന് കാണട്ടെ. ശരി സാർ, എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ലാബിലേക്ക് പോകുകയാണ്. ദേവൻ ഫിറോസിനെ മാനേജറുടെ കൂടെ അയച്ച് ഗൗരിയുടെ ക്ലാസ്സിലേക്ക് ലക്ഷ്യമാക്കി നടന്നു. അപ്പോഴാണ് ആ ക്ലാസ്സിൽ പെയിൻറ്റിംഗ് നടക്കുന്നതായി അവൻ കണ്ടത്. അവളുടെ ക്ലാസ് ഇവിടെ നിന്ന് മാറി. ഇത്രയും വലിയ കോളേജിൽ ഞാൻ എവിടെ പോയി തപ്പാനാണ് അവളെ? ഇതേ സമയം കോളേജിലെ 3-ാം നിലയിൽ നിന്നും താഴേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ദീപു. പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ പഴയ ക്ലാസ് റൂമിലേക്ക് എത്തിയത്. അങ്ങോട്ടേക്ക് നോക്കിയതും അവൾ ഞെട്ടിത്തെറിച്ചു പോയി. എൻ്റെ ഈശ്വരാ, ദേവൻ! അവൾ ഭയന്ന് കണ്ണുകൾ പുറത്തേക്ക് വരുന്നത് പോലെ പറഞ്ഞു. അവർ ക്ലാസ് റൂമിലേക്ക് ഓടിക്കയറി. അവിടെ നിത്യയുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു ഗൗരി. ദീപുവിൻ്റെ അത്ര അടുപ്പമില്ലെങ്കിലും നിത്യ അവൾക്ക് നല്ലൊരു കൂട്ടായിരുന്നു. ഗൗരിയുടെ മുന്നിൽ നിന്നും കിതച്ചുകൊണ്ട് ദീപു എന്തോ പറയാൻ തുടങ്ങി. തീർന്നു നീ തീർന്നടി. ഗൗരി അവളെ അതിശയത്തോടെ നോക്കി. അവളുടെ ഞെട്ടലും പരിഭ്രാന്തിയും കണ്ട് ഗൗരിക്കും നിത്യയ്ക്കും ചിരിയാണ് വന്നത്. എന്താ നിനക്ക് പറ്റിയത്? ചിരി അടക്കാനാവാതെ ഗൗരി ചോദിച്ചു. ചിരിച്ചോ നല്ലതുപോലെ ചിരിക്ക്. കുറച്ചു കഴിഞ്ഞ് ഭിത്തിയിൽ പടമാവേണ്ടതാണ്. നീ നല്ലതുപോലെ ചിരിക്ക്. ഗൗരി ഒന്നും മനസ്സിലാവാതെ ഒരു സംശയത്തോടെ അവളെ നോക്കി. ഭിത്തിയിൽ പടമോ? നീ എന്തൊക്കെയായി പറയുന്നത്? നിന്റെ ദൈവം വന്നിട്ടുണ്ട്. ഇരുന്നിടത്ത് നിന്നും മുള്ളു കുത്തിയതുപോലെ അവൾ ചാടി എഴുന്നേറ്റു. ഞെട്ടിയല്ലേ? നമ്മുടെ പഴയ ക്ലാസ് റൂമിലേക്കാ പോയത്. അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് എത്തിക്കോളും. ഗൗരിയുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. അതെ, നീ നിന്റെ ഭർത്താവ് കൂളാണ്, സ്റ്റീലാണ് എന്നൊക്കെ പറഞ്ഞില്ലേ? ദേഷ്യമുള്ള ദൈവനെ നീ കാണാത്തത് കൊണ്ടാകും നീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. ഈശ്വരാ, എൻ്റെ ഗൗരിയുടെ ആത്മാവിനെ നീ കൂട്ടാവണേ. ദീപു ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഡി പിശാശേ, അങ്ങനെയൊന്നും പറയല്ലേ. മോളെ ഗൗരി, ഇതുവരെ ദേവൻ നിന്റെ ക്ലാസ് കണ്ടുപിടിച്ചിട്ടില്ല. എന്തായാലും നീയിപ്പോൾ അങ്ങേരുടെ കണ്ണിൽപ്പെട്ടാൽ ഒന്നെങ്കിൽ എല്ലാവർക്കും മുന്നിലിട്ട് അങ്ങേര് നിന്നെ പൊരിക്കും. അതിനു മുന്നേ മാറുന്നതാവും നല്ലത്. ഇതെല്ലാം കേട്ട് നിത്യയ്ക്ക് ഒന്നും മനസ്സിലായില്ല. എന്തൊക്കെയാ നിങ്ങളീ പറയുന്നത്? ഗൗരി ദേവൻ സാറിൻ്റെ ഭാര്യയാണോ? അവൾ ഞെട്ടൽ വിട്ടുമാറാതെ ചോദിച്ചു. ദീപു പെട്ടെന്ന് അവളുടെ വാ പൊത്തി. അതെ, ആരോടും പറയണ്ട. നിത്യയൊന്ന് മൂളി. ഇതേ സമയം ഫിറോസിനെ ലാബിലാക്കി മാനേജർ തിരികെ ദേവൻ്റെ അടുത്തേക്ക് വന്നു. സാർ, നിങ്ങൾക്കെന്തെങ്കിലും ഹെൽപ്പ് വേണോ? വേണം. അല്ല ഫിറോസ്? അവൻ സംശയത്തോടെ ചോദിച്ചു. ഫിറോസ് സാറിനെ ഞാൻ ലാബിലാക്കിയിട്ടുണ്ട്. നിങ്ങളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വന്നത്, മാനേജർ മയത്തിൽ പറഞ്ഞു. അല്ല, ആ ക്ലാസ്സൊക്കെ അപ്പം എവിടെയാണ്? ദേവൻ പെയിൻറ്റിംഗ് നടക്കുന്ന ഗൗരിയുടെ ക്ലാസ് ചൂണ്ടിത്തിരക്കി. ഓ അതോ, അതിപ്പോൾ 3-ാമത്തെ നിലയിലാണ്, മാനേജർ കൈ ചൂണ്ടി പറഞ്ഞു. ഇത് കണ്ടതും ദീപു ഓടി കാര്യങ്ങൾ ഗൗരിയെ അറിയിച്ചു. എന്നാൽ നിങ്ങൾ കൂടെ വരൂ, എനിക്ക് ആ ക്ലാസ്സൊക്കെ ഒന്ന് കാണണം. പണം തരുമ്പോൾ ലാബ് നല്ലതുപോലെ നോക്കി നടക്കാൻ പറ്റുന്ന കുട്ടികളാണോ നിങ്ങളുടെ സ്റ്റുഡൻസ് എന്ന് കൂടെ അറിയണ്ടേ? തീർച്ചയായും സാർ. മാനേജർ സ്റ്റെപ്പിന് മുന്നിൽ നിന്നു. തൻ്റെ പോക്കറ്റിൽ നിന്ന് തുവാലയെടുത്ത് നെറ്റിയിലെ വിയർപ്പൊപ്പി. സാർ,
എനിക്ക് അത്രയും മുകളിലേക്ക് കയറാൻ കഴിയില്ല. കാരണം എൻ്റെ കാലുകൾക്ക് അതിനുള്ള ക്ഷമതയില്ല. ഓ, അപ്പോൾ നിങ്ങൾ എങ്ങനെ മിസ്റ്റർ ആ ലാബ് പരിപാലിക്കും? ദേവൻ അദ്ദേഹം കൂടെ വരാൻ വേണ്ടി ഒന്നിട്ട് നോക്കി. ഏയ്, എനിക്ക് ഒരു കുഴപ്പവുമില്ല. ഞാൻ ഇപ്പോഴും മധുര 17 തന്നെയാണ്. ദേവൻ ചിരിയടക്കിക്കൊണ്ട് മുകളിലേക്ക് കയറി. മോളെ ഗൗരി, ഞാൻ എത്തിക്കഴിഞ്ഞു. നീ ഇനി എങ്ങനെ എൻ്റെ കണ്ണുകളെ വെട്ടിച്ചു പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ദേവൻ അവൻ്റെ കാലുകൾ പെട്ടെന്ന് പെട്ടെന്ന് ചവിട്ടി പടികൾ ചവിട്ടിത്തുള്ളി പോകുന്നത് കണ്ട് മാനേജർ കിതപ്പോടെ നോക്കി നിന്നു. ഇപ്പോൾ പറയുന്നതെല്ലാം ചെയ്തേ പറ്റൂ, ആവശ്യം എൻ്റെയാണ്, മാനേജർ മനസ്സിലോർത്തു. ദേവനും മാനേജറും വരുന്നുണ്ട് എന്ന് ദീപു സിഗ്നൽ കൊടുത്തപ്പോൾ തന്നെ ഗൗരി ക്ലാസ്സിൽ നിന്നും ഇറങ്ങി ഏറ്റവും അവസാനം ഒഴിഞ്ഞു കിടക്കുന്ന ക്ലാസ്സിലേക്ക് ഓടി മാറിയിരുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ടാണ് എല്ലാം സംഭവിച്ചത്. എൻ്റെ ഗണേശ, എനിക്ക് പേടിയാവുന്നുണ്ട്. അങ്ങേരിനി എന്നെ ചീത്ത പറയൂ, എന്നെ ഉപദ്രവിക്കൂ. ഇതുവരെ അവളെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവൻ്റെ ക്രിമിനൽ സ്വഭാവം വിവാഹം കഴിഞ്ഞ സമയത്ത് അവൾ ഒരുപാട് അനുഭവിച്ചതാണ്. അതെല്ലാം അവളുടെ ഓർമ്മയിൽ മിന്നി മറിഞ്ഞു. മുകളിലെത്തിയ ദേവൻ മാനേജർ പറഞ്ഞതുപോലെ ഗൗരിയുടെ ക്ലാസ്സിലേക്ക് നോക്കി. പെട്ടെന്നാണ് ഒരു കൂട്ടം പെൺകുട്ടികൾ അവന് നേരെ പാഞ്ഞു വന്നത്. സാർ, ഞാൻ സാറിൻ്റെ വലിയ ആരാധികയാണ്. സാർ, നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഓരോ കൂക്കുവിളികളായിരുന്നു. ദേവന് അവരെ എല്ലാവരെയും കണ്ട് ദേഷ്യമാണ് വന്നത്. ഇതെല്ലാം എന്താ, മനുഷ്യനെ കാണാത്ത ജന്മങ്ങളാണോ? ദേവൻ ദേഷ്യത്തിൽ പിറുപിറുത്തു. അപ്പോഴാണ് മാനേജർ അങ്ങോട്ടേക്ക് എത്തിയത്. എന്താണോ ഇത്? ഇങ്ങനെയുള്ള ആളുകൾക്കാണോ ഞാൻ പണം മുടക്കി ലാബ് സെറ്റ് ചെയ്ത് തരേണ്ടത്? മുഴുവൻ കൂക്കും വിളിയും മാർപ്പും. മാനേജർ തനിക്ക് വന്ന അവസരം നഷ്ടമാകുമോ എന്ന് ഭയന്ന് ക്ലാസ്സിലേക്ക് നോക്കി ആക്രോശിച്ചു. എല്ലാവരും മാനേജറുടെ ഒച്ച കേട്ട് സീറ്റിലേക്ക് തന്നെ ഇരുന്നു. ദേവൻ അവൻ്റെ കണ്ണുകൾ കൊണ്ട് ചുറ്റിലും പരതി. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരി ദീപു അവിടെയുള്ളത് കണ്ടത്. ക്ലാസ് ഇത് തന്നെ. അപ്പോൾ അവൾ ഇവിടെ നിന്നും മാറി. ശരിയാക്കി തരാം. ദേവന്റെ നോട്ടം ദീപുവിലേക്ക് പതിഞ്ഞതും അവളൊന്ന് പതറി. എൻ്റെ ഈശ്വര, ഇങ്ങേരെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അല്പം കഴിഞ്ഞതും നോട്ടം മാറ്റിയ ദേവൻ അവൾ അവിടെയില്ല എന്ന് ഉറപ്പുവരുത്തി മാനേജറുമായി താഴേക്ക് പോകാമെന്ന് വിചാരിച്ചു. എന്നാൽ നമുക്ക് താഴേക്ക് പോകാം മാനേജർ, ദേവൻ അദ്ദേഹത്തോടായി പറഞ്ഞു. ശരി ദേവൻ സാർ. മാനേജർ പതിയെ സ്റ്റെപ്പുകൾ ഇറങ്ങി. അവർ പോയി എന്ന് ഉറപ്പുവരുത്തി ദീപു ഒഴിഞ്ഞുകിടന്ന റൂമിലേക്ക് കൂടി. ഇതേ സമയം ഗൗരി ആകെ വിളറി വെളുത്തിരുന്നു. എന്ത് പറ്റി? ദീപു ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. പറ ഗൗരി, നീ ആകെ വിളറി വെളുത്തല്ലോ, മുഖമെല്ലാം രക്തം വറ്റിയതുപോലെ. അറിയില്ല, എൻ്റെ മനസ്സിലേക്ക് പഴയ ദേവൻ്റെ സ്വഭാവം ഒരു മിന്നായം പോലെ മിന്നി മറഞ്ഞു. എന്ത്? ഒന്നും മനസ്സിലാവാത്ത പോലെ ദീപു ചോദിച്ചു. എൻ്റെ വീട് തകർത്തത്, എന്നെ ഉപദ്രവിച്ചത്, എല്ലാം എൻ്റെ ഓർമ്മയിൽ. അത് പറഞ്ഞു തീരും മുന്നേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഏയ് ഗൗരി, നീ വിഷമിക്കേണ്ട, വാ, അദ്ദേഹം പോയി. ഞാൻ ഒന്ന് പറയട്ടെ. എന്താ? ഗൗരി ചോദിച്ചു. നീ ഇങ്ങനെ ചെയ്യുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം പിടിപ്പിച്ചേക്കാം. അതുകൊണ്ട് നീ മുന്നിൽ ചെല്ലുന്നതാവും നല്ലത്. പെട്ടെന്ന് അവളുടെ ഫോണിൽ മെസ്സേജ് വന്നു. ക്ലാസ്സിൽ നിന്നും മാറിക്കളഞ്ഞു അല്ലേ ഗൗരി? നിനക്കെന്നെ നന്നായി അറിയാമെന്ന് ഞാൻ കരുതുന്നു. ആ മെസ്സേജിൽ ഒരു ഭീഷണി അവൾക്ക് തോന്നി. ദീപു അവളെയും പിടിച്ച് ക്ലാസ്സിലേക്ക് പോയി. ഗൗരിയുടെ വിറയും പരിഭ്രാന്തിയും കണ്ട് ദൃശ്യയ്ക്ക് പല സംശയങ്ങളായി. ഇവളിത് എങ്ങോട്ടാ പോയത്? ഇവൾക്കിന്ന് എന്താ പറ്റിയത്? മുഖമൊക്കെ വല്ലാതെ വിളർച്ച പോലെ. പെട്ടെന്നാണ് കോളേജിൽ ബെല്ലടിച്ചത്. ഗൗരി ഇരുന്നിടത്ത് നിന്നും ഞെട്ടി എഴുന്നേറ്റു. എന്താ ഗൗരി, ഇത് ഇൻ്റർവെൽ ആണ്. വാ, നമുക്കൊന്ന് ബാത്റൂമിലൊക്കെ പോയി അവിടെ നിന്ന് ബുക്ക് സ്റ്റോളിലൊക്കെ പോയി വരാം. അദ്ദേഹം അവിടെ ഉണ്ടെങ്കിലോ? അപ്പോഴേക്കും ക്ലാസ്സിൽ നിന്നും എല്ലാവരും പുറത്തേക്ക് പോയിരുന്നു. ഇല്ല, നീ വാ. ദീപു അതും പറഞ്ഞ് പുറത്തേക്കിറങ്ങിയതും അവരുടെ ക്ലാസ്സിന് പുറത്ത് നിൽക്കുന്ന ദേവനെ കണ്ട് അവൾ ഞെട്ടി. ഒരു പതർച്ചയോടെ അവൾ ഗൗരിയെ തിരിഞ്ഞു നോക്കി. അവളുടെ നോട്ടത്തിലെ ഭയം ഗൗരിക്ക് മനസ്സിലായി. ഗൗരി പുരിക്കമുയർത്തി സംശയത്തോടെ അവളെ നോക്കി. എന്താണെന്ന ചോദ്യം ആ നോട്ടത്തിലുണ്ടായിരുന്നു. ദീപുവിനെ മറികടന്നുകൊണ്ട് ദേവൻ ക്ലാസ്സിലേക്ക് കയറി. അവൻ്റെ കണ്ണുകളിൽ നിന്നും രക്തം വരുന്നത് പോലെ ഗൗരിക്ക് തോന്നി. ദേഷ്യം കൊണ്ട് ദേവൻ ചുവന്നിരുന്നു. പെട്ടെന്ന് ക്ലാസ് റൂമിൻ്റെ വാതിൽ ദേവൻ വലിച്ചടച്ചു. അവളൊന്ന് ഞെട്ടി എഴുന്നേറ്റ് നിന്നു. നീ എവിടെയായിരുന്നു? ശബ്ദം കനപ്പിച്ചുകൊണ്ട് ദേവൻ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ പതിയെ പിന്നിലേക്ക് നടന്നു. അവൾ പിന്നിലേക്ക് പോകുന്നത് അനുസരിച്ചുകൊണ്ട് ദേവൻ അവളുടെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും ജനൽപ്പാളികൾ ഇരുണ്ടു. കാരണം അകത്ത് എന്താണെന്നറിയാൻ കുട്ടികൾ തടിച്ചുകൂടി. ദൃശ്യയും കൂട്ടരും അന്താളിച്ചു നോക്കി നിന്നു. ഇവൾ ഇങ്ങേരോട് എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് പലരും കുശുകുശുത്തു പറഞ്ഞു.